തൊഴിലുറപ്പ് ജോലി മാറുന്നു. തൊഴിലുറപ്പ് ജോലിയിൽ വൻ മാറ്റങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. തൊഴിലുറപ്പ് ജോലിയുടെ പേരിലെ മാറ്റം മാത്രമല്ല, നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി മുഴുവനായി മാറാൻ പോവുകയാണ്. അപ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ തൊഴിലുറപ്പ് ജോലിക്കാരും അറിഞ്ഞിരിക്കണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവസാനിച്ചിരിക്കുകയാണ്. പുതിയതായി വരുന്നത് VBG റാംജി പദ്ധതിയാണ്. എന്നാൽ നിലവിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു തൊഴിലുറപ്പ് കാർഡുണ്ട്. ആ ഒരു കാർഡിൽ മാറ്റമില്ല. ആ ഒരു കാർഡിൻ്റെ നിലവിലെ കാർഡിൻ്റെ പ്രാബല്യം തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പുതിയ പദ്ധതിയുടെ കാർഡ് ലഭിക്കുന്നതുവരെ KYC ചെയ്ത നിലവിലെ കാർഡുകൾ തന്നെ ഉപയോഗിക്കാമെന്നാണ് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ദിനങ്ങൾ 100 ആയിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് 125 ഉയർത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്നാൽ VBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേത് അടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ അനുവദിക്കില്ല. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാനാകൂ. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തികൾക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾക്ക് അനുമതിയുണ്ട്. VBG റാംജി പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത്. അങ്കണവാടി, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം, വിശ്രമത്തിനായുള്ള പന്തൽ, സർക്കാർ സ്കൂളുകൾക്കും മറ്റും ചുറ്റുമതിലോ ശുചിമുറികളോ നിർമ്മിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയവ കരടിലുണ്ട്. കനാലുകളും ഓവുചാലുകളും വൃത്തിയാക്കൽ, മണ്ണിടിച്ചിൽ തടയാൻ ഭിത്തിച്ചെറിയ തടയണ, നീർത്തടം, അതുപോലെ തന്നെ കനാൽ, മഴക്കുഴികൾ തുടങ്ങിയവയുടെ നിർമ്മാണം, കുഴൽക്കിണർ പുനരുദ്ധാരണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, കാട്ടുതീ തടയൽ, റോഡ് നിർമ്മാണം തുടങ്ങിയവയും പട്ടികയിലുണ്ട്. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളും കരടിലുണ്ട്. ദിവസവേതനത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ദിവസവേതനം ഇപ്പോൾ 401 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ പ്രവൃത്തി ദിനങ്ങൾ 100 ആയിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് 125 ഉയർത്തിയിട്ടുണ്ട്. പേരിലെ ഈ ഒരു മാറ്റത്തിനൊപ്പം പദ്ധതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്രീകൃത പോർട്ടൽ വഴി തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാം. ജോലി ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകം തൊഴിൽ നൽകണമെന്നാണ് വ്യവസ്ഥ. തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് കൂലി നേരിട്ട് ആഴ്ചാടിസ്ഥാനത്തിലോ പരമാവധി 15 ദിവസത്തിനകമോ കൈമാറണം. കാലതാമസം വരുത്തിയാൽ പ്രതിദിനം 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. പദ്ധതിയിൽ അംഗമാകുന്ന തൊഴിലാളികളുടെ കൂലി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു നിരക്ക് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരവുമില്ല. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ വരിക. ഈ വിഭാഗങ്ങളിലായുള്ള 318 പ്രവൃത്തികളുടെ കരട് പട്ടികയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറിയിട്ടുള്ളത്. പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ്. പണികളുടെ പരിശോധന പഞ്ചായത്ത് തലത്തിലാണ് നടക്കുക. പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന തൊഴിൽ കാർഡിന്റെ കാലാവധി 3 വർഷമാണ്. കാലാവധി പൂർത്തിയായാൽ പുതുക്കുകയും ചെയ്യാം. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.